നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആ വാർത്ത ഒഫീഷ്യലായിരിക്കുന്നു. നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നെയ്മർ സാന്റോസുമായിട്ട് കോൺട്രാക്റ്റ് പുതുക്കുന്നതിൻ്റെ തൊട്ടരികിലാണ്. സൈനിങ് മാത്രമേ ബാക്കിയുള്ളൂ. മറ്റെല്ലാ കാര്യങ്ങളും എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. അതിപ്പോൾ ഒഫീഷ്യലാവുകയാണ്. നെയ്മർ ജൂനിയർ ഇതാ സാന്റോസുമായിട്ട് കോൺട്രാക്റ്റ് ഒപ്പിട്ടിരിക്കുന്നു. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സീസണിലേക്ക് 2026 വേൾഡ് കപ്പ് വരെ അദ്ദേഹം കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമെന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. വെറും 6 മാസക്കാലത്തേക്ക് മാത്രമാണ് ഈ കോൺട്രാക്റ്റ് സൈനിങ്. ഡിസംബർ അവസാനത്തോടു കൂടി കോൺട്രാക്റ്റ് തീരും. പിന്നീട് എന്ത് എന്ന് അപ്പോൾ തീരുമാനിക്കും. വീണ്ടും യൂറോപ്യൻ വാതിലുകളൊക്കെ തുറന്നിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് നെയ്മർ പോയത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും സാന്റോസ് ഒഫീഷ്യലി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയ കാര്യം അറിയിക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: വേർ ഇറ്റ് ഓൾ ബിഗിൻ, എവിടെയാണ് ആരംഭിച്ചത് അവിടെ തന്നെ അത് തുടരുകയാണ്. നെയ്മർ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു. ഈ ചൊവ്വാഴ്ച, അതായത് ഇന്നലെ അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു. സാന്റോസുമായിട്ട് 2025 അവസാനം വരെ അദ്ദേഹം ആ ഒരു ബന്ധം തുടരും. അതിനുശേഷം പിന്നെ എക്സ്പയർ ആവുന്ന ഘട്ടത്തിൽ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ക്ലോസ് കൂടി വെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സാന്റോസ് അറിയിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ നെയ്മർ ജൂനിയർ അവിടെ തന്നെ തുടരുകയാണ്. ആ കാര്യം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. പക്ഷേ അത് നീണ്ട കാലത്തേക്കല്ല, ഈ ഒരു വർഷം അവസാനം വരെ അവിടെ തുടരുക എന്നുള്ളതാണ് ഇപ്പോൾ നെയ്മർ ലക്ഷ്യം വെക്കുന്നത്. എന്നാലും 2025 ജനുവരി കഴിഞ്ഞ ആ ഒരു ഫെബ്രുവരിയുടെ സമയത്താണല്ലോ അദ്ദേഹം സാന്റോസിലേക്ക് തിരികെ എത്തുന്നത്. അതിനുശേഷം ഇപ്പോൾ 12 മത്സരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് പരിക്ക് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് കളിക്കാൻ കഴിഞ്ഞു. അതിൽ 8 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. 3 ഗോൾ അടിച്ചു, 3 അസിസ്റ്റ്, 6 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഓരോ 119 മിനിറ്റിലും അദ്ദേഹത്തിൻ്റെ വക ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. 6 ബിഗ് ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തത്. 30 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. 25 ഷോട്ടുള്ളതിൽ 10 ഓൺ ടാർഗറ്റ് ആയിരുന്നു. 22 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ. 38 തവണയാണ് ഈ ഒരു 12 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയത്. ഒരു പെനാൽറ്റി അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക്. എന്തായാലും നെയ്മർ ജൂനിയർ സാന്റോസിൽ തുടർന്നു. പക്ഷേ അത് നീണ്ട കാലത്തേക്കല്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് 20.